ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അത് കാണിക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണമെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഏകദേശം 250 ഗ്രാമോളം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ഏലക്ക ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പാനി ആയപ്പോൾ അതിലെ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറുകി വന്നു കഴിഞ്ഞാൽ ശർക്കര പിന്നെ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം. വലിയൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് ചിരകിയെടുക്കാം. ഞാനിതുപോലെ ചിരകിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകുന്ന സമയം കൊണ്ട് നമ്മുടെ ശർക്കര നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിരകിയെടുത്ത ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. തേങ്ങ അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നോളും. ഇതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കിയിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നല്ല പോലെ കട്ടിയാവാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് ഏകദേശം വലിഞ്ഞു വരുന്ന പരുവാകും. പാകത്തിന് ഏലക്ക ഇട്ട് കൊടുക്കുക. ഏലക്കയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ഏലക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടി കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോഴേക്കും തേങ്ങയൊക്കെ വെന്ത് നല്ല പാകമായിട്ട് വന്നോളും. ഫില്ലിങ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കാണുന്നില്ലേ? ഈ ഒരു പരുവായപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കുറച്ചൊന്ന് തണുത്ത് വന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവാണ് കുഴച്ചെടുക്കേണ്ടത്. ഞാൻ സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് പച്ചരിപ്പൊടിയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ലേ, പിന്നെ ഇലയടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴക്കുമല്ലോ, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിപ്പത്തിലാണ് വലിപ്പം ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഞാൻ ഈ മാവ് മുഴുവനായിട്ടും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ ബോൾസ് കൈവെള്ളയിൽ ഇങ്ങനെ വെച്ച് പരത്തിയിട്ട് ജസ്റ്റ് ഒന്നൊരു കുഴി പോലെ ആക്കിയിട്ട് നമുക്ക് എത്രയാണോ ഫില്ലിങ് ആവശ്യമായിട്ടുള്ളത് ഫില്ലിങ് ഇതിലോട്ട് നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് നിറച്ച് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അരികൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ല പോലെ പ്രസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എടുക്കണം. ഇല്ലെങ്കിൽ നന്നായി പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ വേവിച്ചെടുക്കുമ്പോൾ മാവൊക്കെ ഇങ്ങനെ പൊട്ടി വന്ന് ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ പുറത്ത് വരും. അതുകൊണ്ടാണ് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇതേപോലെ രണ്ടാമത് കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ട് മാവ് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് ഒരു വാഴയുടെ ഇല ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് പിന്നെ എല്ലാം കൂടി ഇതിലേക്ക് ഒരുമിച്ച് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം ആദ്യം തിളപ്പിക്കാനൊന്നും വെച്ചിട്ടില്ല. സാധാരണ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരുമിച്ച് തന്നെ തിളപ്പിച്ചിട്ട് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 20 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. തൊട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അധികം കട്ടിക്കല്ലല്ലോ മാവ് എടുത്തിട്ടുള്ളത്, സാധാരണ ബോൾസാക്കിയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വേവാൻ സമയമൊന്നും വേണ്ട. തൊട്ട് നോക്കിയപ്പോൾ അതാ ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും പൊട്ടിപ്പോയിട്ടോ ഫില്ലിങ് പുറത്ത് ചാടിയിട്ടോ ഒന്നുമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഈസി ആയിട്ടുള്ള നമുക്കെല്ലാവർക്കും ഇഷ്ടമാവുന്ന മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ കൊഴുക്കട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ, കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.